വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേ പൊടികളൊന്നും ആവശ്യമില്ല. അപ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടീനും, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫാണ് വേണ്ടത്. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ബീഫ് വേവിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ നമ്മൾ നേരത്തെ ഫില്ലിംഗ് റെഡിയാക്കിയതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ചെറിയൊരു ബോളാക്കി മാറ്റാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബോളാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും മുട്ടയുമാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളും ഈ കോഴിമുട്ടയിൽ മുക്കിയതിന് ശേഷം നന്നായി മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള ബോൾസൊക്കെ നമുക്ക് ഇനി ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുങ്ങിക്കെടുക്കുന്ന അത്ര വേണേൽ ഓയിലൊക്കെ, ഞാൻ അത്ര ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതാ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഓയിലെല്ലാം ചൂടായതിന് ശേഷം ബോൾസ് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഏകദേശം ആയതിനു ശേഷം നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോൾസൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.